ഹലോ, ഡിജിറ്റൽ വെബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബയോയിൽ എങ്ങനെ മൾട്ടിപ്പിൾ ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾക്ക് ബയോയിൽ ഒരൊറ്റ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ ടെക്നിക്ക് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ബയോയിൽ മൾട്ടിപ്പിൾ ലിങ്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ canva.comലേക്ക് പോവുക. സെർച്ച് ബാറിൽ ലിങ്ക് ഇൻ ബയോ എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് നിരവധി ടെംപ്ലേറ്റ്സുകൾ ലഭ്യമാകും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടെംപ്ലേറ്റ് ചൂസ് ചെയ്യുക. ടെംപ്ലേറ്റിന്റെ എലമെന്റ്സ് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി താഴെ ഒരു സൂം ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്കത് സൂം ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് പാലറ്റിലേക്ക് പോവുക. ഇതിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ഇതിൽ നിന്ന് ചൂസ് ചെയ്ത് ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ടെക്സ്റ്റ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ടെക്സ്റ്റിന്റെ കളർ, അതുപോലെ തന്നെ സൈസ്, സ്റ്റൈൽ, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഈ തന്നിരിക്കുന്ന ഇതിലുള്ള ടെംപ്ലേറ്റിലുള്ള ഈ റെക്റ്റാങ്കിൾ ഷേപ്പിന്റെ ഫ്രെയിം നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇമേജ് ചേഞ്ച് ചെയ്യലാണ്. അതിനായിട്ട് ഇമേജ് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, അതിനുശേഷം അപ്ലോഡിൽ നിന്നും ഇമേജ് അപ്ലോഡ് ചെയ്യുക, അതിനുശേഷം എടുത്ത് വെക്കുക. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ ഇമേജ് വെച്ച് കഴിഞ്ഞു. അടുത്തതായിട്ട് നെയിം നമുക്ക് ചേഞ്ച് ചെയ്യാം. ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യുന്നതിനായിട്ട് സെലക്ട് ചെയ്യുക, അതിനുശേഷം നിങ്ങളുടെ നെയിം ടൈപ്പ് ചെയ്യുക. അടുത്തതായിട്ട് പ്രൊഫഷൻ ചേഞ്ച് ചെയ്യുകയാണ്. ഇനി നമുക്ക് ലിങ്ക് എങ്ങനെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെല്ലാം സോഷ്യൽ മീഡിയ ലിങ്കുകളാണ് ഉൾപ്പെടുത്തുന്നതാണ് ഞാൻ ടെക്സ്റ്റുകളാണ് ആദ്യം കൊടുക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് യൂട്യൂബ്, ഇവിടെയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ലിങ്ക് കൊടുക്കാൻ പോകുന്നത്. അടുത്തതായിട്ട് വെബ്സൈറ്റ്, ഞാൻ എൻ്റെ വെബ്സൈറ്റ് URL ഞാൻ ഇവിടെ കൊടുക്കും. വെബ്സൈറ്റ് URL ഇവിടെ സെറ്റ് ചെയ്യും. നെക്സ്റ്റ് ലിങ്ക്ഡിൻ, നെക്സ്റ്റ് ക്ലബ്ഹൗസ് പ്രൊഫൈൽ ലിങ്ക്, നെക്സ്റ്റ് ഫോട്ടോഗ്രാഫി. അപ്പം ഇത്രയും ലിങ്കുകളാണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്താൻ പോകുന്നത്. ഈ റെക്റ്റാങ്കിൾ ഞാൻ യൂസ് ചെയ്യുന്നില്ല, അപ്പം അതുകൊണ്ട് തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്യാണ്. യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ ഇത് കാണാൻ പോകുന്നത് ഇതിൽ എങ്ങനെയാണ് ലിങ്ക് സെറ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ യൂട്യൂബിൽ ലിങ്ക് സെറ്റ് ചെയ്യാനായിട്ട് യൂട്യൂബ് എന്ന് പറയുന്ന ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ടോപ്പിൽ റൈറ്റ് സൈഡിൽ ഒരു ലിങ്ക് ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ യൂട്യൂബിന്റെ ലിങ്ക്, അതായത് ലോങ് URL നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യേണ്ടി വരും. അത് നമ്മൾ യൂട്യൂബിന്റെ ലിങ്ക് ഞാൻ കോപ്പി ചെയ്തെടുക്കുകയാണ്. കോപ്പി ചെയ്തെടുത്തതിന് ശേഷം ആ ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം ഞാൻ യൂട്യൂബിന്റെ ലിങ്ക് ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇത് ലിങ്ക് ആയിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇതിനൊരു അണ്ടർലൈൻ വന്നിട്ടുണ്ട്. അണ്ടർലൈൻ മാറ്റാനായിട്ട് സെലക്ട് ചെയ്യുക, അതിനുശേഷം അണ്ടർലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്താൽ മാത്രം മതി. ഇതുപോലെ നമുക്ക് വെബ്സൈറ്റ് സെറ്റ് ചെയ്യാം. വെബ്സൈറ്റ് ചൂസ് ചെയ്യുക, അതിനുശേഷം ലിങ്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ലിങ്ക് കൊടുക്കേണ്ടതുണ്ട്. സോ എൻ്റെ വെബ്സൈറ്റിന്റെ URL സെലക്ട് ചെയ്തു. അതിനുശേഷം ആ URL ഞാനിവിടെ പേസ്റ്റ് ചെയ്തു, അപ്ലൈ ചെയ്തു. അപ്പം അതുപോലെ തന്നെ വെബ്സൈറ്റിന്റെ ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അണ്ടർലൈൻ എടുത്ത് കളഞ്ഞു. അതിനുശേഷം ലിങ്ക്ഡിന്റെ ലിങ്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ സെലക്ട് ചെയ്യുക. ലിങ്ക്ഡിന്റെ URL ഞാൻ കോപ്പി ചെയ്യാണ്. അതിനുശേഷം പേസ്റ്റ് ചെയ്തു, അപ്ലൈ ചെയ്തു. അപ്പം ഇതിനും ഞാൻ ലിങ്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ അണ്ടർലൈൻ ചേഞ്ച് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുക, അതിനുശേഷം ചൂസ് ചെയ്താൽ മാത്രം മതി.
അത് കഴിഞ്ഞു. അടുത്ത ക്ലബ് ഹൗസ് ഫോട്ടോഗ്രാഫി. ഇതുപോലെ തന്നെ ബാക്കി ലിങ്കുകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ എല്ലാ ലിങ്കുകളും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇത് എങ്ങനെയാണ് പബ്ലിഷ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് റൈറ്റ് സൈഡ് ടോപ്പിൽ പബ്ലിഷ് ആസ് വെബ്സൈറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിന്നും വെബ് സ്റ്റൈൽ ഏതാണെന്ന് നമ്മൾ ചൂസ് ചെയ്യണം. അതിനായിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ലഭിക്കുന്നതായിരിക്കും. അതിൽ നിന്ന് സ്ക്രോളിംഗ് എന്ന് പറയുന്ന ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. സിംഗിൾ പേജ് സൈറ്റ് വിത്ത് പാരലാക്സ് ഇഫക്റ്റ്, ഇതാണ് ചൂസ് ചെയ്യേണ്ടത്. അതിനുശേഷം ഓപ്പൺ വെബ്സൈറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പേജ് ലഭിക്കുന്നതായിരിക്കും. ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പേജ്. ഇതിൽ എല്ലാ ലിങ്കുകളും സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് URL ആണോ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു പേജിലേക്ക് നമ്മൾക്ക് ഡയറക്റ്റ് ചെയ്ത് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ വെബ് പേജിന് ഉള്ളത് ഒരു ലോങ് URL ആണ്. അപ്പോൾ നമ്മൾക്ക് അടുത്തതായിട്ട് കാണേണ്ടത് ഈ ലോങ് URL എങ്ങനെ നമുക്ക് ഷോർട്ടൻ ചെയ്യാമെന്നുള്ളതാണ്. ലോങ് URL ഷോർട്ടൻ ചെയ്യാനായിട്ട് bit.ly.com എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് പോവുക. നമുക്ക് ടോപ്പിൽ ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ സാധിക്കുന്നതാണ്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ലോങ് URL പേസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെക്സ്റ്റ് ഏരിയ ഇവിടെ ലഭിക്കുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് കിട്ടിയ വെബ് പേജിന്റെ ലോങ് URL കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഒരു ഷോർട്ട് URL ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാമെന്ന് കാണാം. അതിനായിട്ട് ടൈറ്റിൽ കൊടുക്കുക. ടൈറ്റിൽ കൊടുത്തു. നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള നെയിം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തതായി ഇത് സേവ് ചെയ്യുക. സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ലിങ്ക് ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ലിങ്ക്. ഇത് കോപ്പി ചെയ്യാനായിട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. കോപ്പി എന്ന ബട്ടൺ ടോപ്പിലുണ്ട്. ഇത് കോപ്പി ചെയ്തെടുക്കാം. ഇത് കോപ്പി ചെയ്ത് നമ്മൾക്ക് ഈ ലിങ്ക് ആയിരിക്കും നമ്മൾ ബയോയിലേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഷോർട്ട് ലിങ്ക് എങ്ങനെ പ്രൊഫൈലിൽ ഉൾപ്പെടുത്താമെന്നാണ് നോക്കുന്നത്. എഡിറ്റ് പ്രൊഫൈൽ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഷോർട്ട് ലിങ്ക് അതിൽ പേസ്റ്റ് ചെയ്തിട്ട് സേവ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് പ്രൊഫൈലാണ്. നമ്മൾ കൊടുത്ത ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു പേജ് ഇവിടെ വരുന്നതാണ്. പേജ് ലോഡായിട്ട് വരുന്നതാണ്. ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പേജ്. ഇതിൽ നമ്മളുടെ എല്ലാ സോഷ്യൽ മീഡിയ ലിങ്കുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്ന ആ ഒരു ലിങ്കിലേക്കാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ അത് നേരെ നമ്മളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മളുടെ വെബ്സൈറ്റ് URL കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ വെബ്സൈറ്റിലേക്ക് പോകാം. ഓക്കെ, ഇനിയിപ്പം ലിങ്ക്ഡിൻ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ലിങ്കിലേക്കാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ലിങ്ക്ഡിൻ്റെ പ്രൊഫൈലിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നതാണ്. കൂടാതെ ക്ലബ് ഹൗസിൻ്റെയും ഫോട്ടോഗ്രാഫിയുടെയും ലിങ്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പേജിലേക്കും നമ്മൾക്ക് പോകാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു എങ്ങനെയാണ് മൾട്ടിപ്പിൾ ലിങ്ക്സ് ബയോയിൽ ഉൾപ്പെടുത്തുന്നതെന്ന്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോ വരും വരെ ബൈ. ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും അമർത്തുക.